എൻ്റെ ഈ പാർട്ടില്ല, ഇതിൻ്റെ അകത്ത് വരുന്ന ഇതുപോലത്തെ പാർട്ടില്ലേ, അത് എൻ്റെ ഇല്ല. ഓക്കെ, ഇതിന് വരെ ഞാൻ റബ്ബർ ഷീറ്റൊക്കെയാണ് വെച്ചിരുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ഇവിടെ തന്നെ ഒരു ഗ്യാപ്പും ഇല്ല, പക്ക ഫിറ്റായിട്ടുണ്ട് ഫിറ്റെല്ലാം. ഹലോ വാട്ട്സപ്പ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. അതായത് എൻ്റെ ഈ പാർട്ടില്ല, ഇതിൻ്റെ അകത്ത് വരുന്ന ഇതുപോലത്തെ പാർട്ടില്ലേ, അത് എൻ്റെ ഇല്ല. ഓക്കെ, ഇതിന് വരെ ഞാൻ റബ്ബർ ഷീറ്റൊക്കെയാണ് വെച്ചിരുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണെന്ന്. കണ്ടോ, ഞാൻ ഈ റബ്ബർ ഷീറ്റൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അഴിച്ച് മാറ്റിയിട്ട് എനിക്ക് അകത്തെ പീസ് എനിക്ക് വണ്ടി വാങ്ങിച്ചപ്പോൾ കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം തപ്പി പിടിച്ച് ഈ ഒരു പീസ് മാത്രമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഈ സാധനം വന്നിട്ട് ക്രാക്കായിട്ടുള്ള സാധനമാണ്. അതായത് എല്ലാം പൊട്ടിയൊക്കെ ഇരിക്കുന്ന പീസാണ്. ഇവിടെയൊക്കെ പൊട്ടലൊക്കെ ഉണ്ട്. ആ പൊട്ടൽ തന്നെ എൻ്റെ ഉള്ളത്. പക്ഷേ ഇത് ലെഫ്റ്റ് സൈഡ് തന്നെ ഇതും പൊട്ടല്ല. എനിക്ക് തോന്നുന്നു മിക്ക ഈ സൈഡായിരിക്കും പൊട്ടുന്നതെന്ന് തോന്നുന്നു. എനിവേ ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സാധനം ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്തേ പറ്റുള്ളൂ. കാരണം ഈ റബ്ബർ ഷീറ്റൊക്കെ എപ്പോഴും വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ ഗൈസ്, നമുക്ക് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഈ കാരിയർ ഊരെടുക്കണം. കുറച്ച് വെയിറ്റുള്ള സാധനമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമുക്ക് ഊരാതെ സെറ്റ് ചെയ്യാൻ വേണം. നമുക്ക് എന്താണ് വഴി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ പാർട്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇളക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്പർ പ്ലേറ്റും ഇതൊക്കെ ഇളക്കണം. ഓക്കെ, ഈ നമ്പർ പ്ലേറ്റിൻ്റെ ഇതൊക്കെ ഇളക്കി, പിന്നെ ഇതൊക്കെ വയർ ജോയിൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇളക്കാൻ പഠിക്കുന്നത്. പിന്നെ ഈ ബാക്കിലത്തെ ഗ്ലാസ് വന്നിട്ട് ഫൈബർ ഗ്ലാസ് ആണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഇവിടെ NS ഇവിടെ കട്ട് വരും. ആ കട്ടൊക്കെ ഞാൻ മറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇളക്കാൻ കുറച്ച് പാടാണ്. ഇളക്കാൻ പറ്റും, പക്ഷേ ഇപ്പം ഞാൻ എന്തായാലും ഇളക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ബോൾട്ട് രണ്ടും ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഫ്രീ ആയി. ഓക്കെ, അപ്പോൾ നമുക്കിനി അത് സെറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതാണ് ആ പീസ്. ഓക്കെ, അത് നമുക്കിതിൽ വച്ച് നോക്കാം. ഇങ്ങനെ ആയിരിക്കുമെന്ന് അറിയത്തില്ല. ഗുഡ്. ഇവിടെ 2 ബോൾട്ട് വരും, പിന്നെ അവിടെ 2 സ്ക്രൂസ്. ഇത്രയേ ഉള്ളൂ സെറ്റിങ്സ്. ഓക്കെ, നമ്മൾ ഏകദേശം വെച്ചിട്ടുണ്ട്. നമുക്കിനി ടൈറ്റ് ചെയ്യണം. മുന്നേ ടൈറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഇതിൻ്റെ അകത്തോട്ടാണ് ഇരിക്കുന്ന സാധനം. ഏകദേശം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കറക്കി വെച്ചോളൂ. ഒക്കെ അവിടെ സെറ്റാണ്. ഇനി ഇവിടെയും ഉണ്ട്. നമുക്കതൊന്ന് ജസ്റ്റ് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, ഫൈനലി നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ 2 ബോൾട്ട് ഇട്ട് കൊടുക്കണം. ഇത് നേരത്തെ ഇല്ലാത്ത പീസായിരുന്നു, അപ്പോൾ നമ്മളിപ്പോൾ വച്ചതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 ബോൾട്ട് എടുക്കണം. അപ്പം ബോൾട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. 10ൻ്റെ 2 ബോൾട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 10ൻ്റെ ഇത് റാച്ചറ്റ് തന്നെയാണ്. നമുക്കിത് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം, കയറോ ഇല്ലെന്ന് അറിയാമല്ലോ. ഓക്കെ, വെച്ച് കഴിഞ്ഞ് ഇത് വെച്ച് ടൈറ്റ് ചെയ്ത് നോക്കാം. തന്നെയാണ്, കൺഫേം ആയിട്ടുണ്ട്.
ഇവിടെ ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഈ സൈഡിലത്തെ പീസാണ് വേണ്ടത്. ഒരച്ചുള്ള ഇത് വന്നിട്ട് പൊട്ടിയ പീസ് എവിടെയോ ഉണ്ടായിരുന്നു. നോക്കട്ടെ, പൊട്ടിയ പീസായിട്ടില്ല. ഓക്കെ, ഇത് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം സ്പാൻ പിടിക്കാം, റാച്ചിട്ടിട്ട് പിടിക്കാം. ഓക്കെ, ഒരു സൈഡ് സെറ്റായി. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇടേണ്ട 2 ബോൾട്ട് ഇട്ടിട്ടുണ്ട്, ഇപ്പുറത്തെ 2 ബോൾട്ട് ഇട്ടിട്ടുണ്ട്. ഈ കയറും തിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്കൊരു പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ട്. കാരണം സംഭവം നേരത്തെ എനിക്ക് കിറ്റ് കിട്ടിയപ്പോഴൊന്നും ഈ സാധനം ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് സാധനം എടുത്തിട്ട് ഇത് വെച്ചതാണ്. അതിലും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെയൊക്കെ അടഞ്ഞിട്ടുണ്ട്, ഫുള്ളായിട്ട് അടഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ മറ്റേ എക്സ്ട്രാ ആയിരുന്നു ഇവിടെ വെച്ചത്. പക്ഷേ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയ്ക്കാൻ കാരണം ഇവിടെ ഞാൻ ഫൈബർ ഗ്ലാസ്സാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ സാധാ ലൈറ്റ് അല്ല. അപ്പോൾ ഫൈബർ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ വെള്ളം കയറാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് അപ്പുറത്തെ ഒരു എക്സ്ട്രയുടെ ഒരു പീസാണ് വെച്ചിരുന്നത്. അപ്പോൾ അത് ഇരിക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, വെള്ളം ഇറങ്ങാതിരിക്കും, അത് വാട്ടർ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടായിരുന്നു. അത് ഇളക്കി മാറ്റുന്നില്ല, ആൾക്കാർ അത് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഇവിടെ സീറ്റ് പറഞ്ഞുകൊണ്ട് വേറെ ഇഷ്യൂസ് ഇല്ല. ഈ ബോർഡർ വഴിയൊക്കെ വെള്ളം പറ്റുള്ളൂ. പക്ഷെ എന്നാലും അതവിടെ ഇരുന്നോട്ടെ. ഓക്കെ, നമുക്കിനി സീറ്റൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ഇവിടെ തന്നെ ഒരു ഗ്യാപ്പും ഇല്ല, പക്ക ഫിറ്റായിട്ടുണ്ട് ഫിറ്റെല്ലാം. അപ്പോൾ ഇതായിരുന്നു എനിക്ക് വേണ്ടത്. ഞാൻ ഈ സാധനം കുറേ നാളാണ് തപ്പിക്കൊണ്ട് നടക്കായിരുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് തന്നുകൊണ്ട് ഞാൻ ഇത് വെക്കാൻ പറ്റി, ഇല്ലെങ്കിൽ നീണ്ടു പോയാൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൺ നമ്മൾ കൊടുക്കുക. അപ്പോൾ ഞാൻ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.